ഇത് ചെയ്തത് എന്താണ്? എന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പുള്ളി 2020 ചേർന്ന് ഞാൻ അനൗൺസ് ചെയ്തു. ഈ അഖിൽമാരാറായിട്ട് അങ്ങനെ ഇലക്ഷൻ നിൽക്കാൻ പോയതല്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം 2020 ഓഫീസിൽ വിളിച്ച് വരുത്തിയിട്ട് അഖിലേ അങ്ങ് വാ അഖിൽ ഓടി ചെന്ന് പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. പ്രസ് മീറ്റ് വെച്ചിട്ട് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി അഖിൽമാരാറാണ്. നാളെ തൊട്ട് അവിടെ ഇലക്ഷന് നിൽക്കാൻ പോകുന്ന അഖിൽമാരാറാണ്. ഞാൻ പറഞ്ഞു അഖിൽ ചെയ്തോളും. ഇങ്ങനെ അങ്ങ് വിളിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പെട്ടുപോയില്ലേ? നമ്മൾ അതുവരെ സ്വതന്ത്രമായിട്ട് നിന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ട് വാർത്തകൾ മുഴുവൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് അവിടെ വന്നിരുന്ന് നിഷേധിക്കാൻ പറ്റും? ഒന്നും പറ്റില്ല. അയ്യോ, ഭയങ്കര നിലപാടും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണല്ലോ. ഭയങ്കര നിലപാട്, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന, എസ്പെഷ്യലി തന്തയെ മാറ്റി പറയാത്ത അഖിൽമാരാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് അയാളുടെ അനുവാദം ഇല്ലാതെ ഒരു പ്രസ് മീറ്റിലോട്ട് വിളിച്ച് വരുത്തിയിട്ട് നാളെ തൊട്ട് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി അഖിൽമാരാറാണ്, അടുത്ത ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് അഖിൽമാരാറാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് ഇവിടെ കിടക്കുന്ന ഒരുത്തം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റൂല. അഖിൽമാരാറിന് എന്ത് നിലപാടാണ് മനുഷ്യയാക്കുള്ളതെങ്കിൽ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ തോക്കാൻ വേണ്ടി മത്സരിക്കാൻ പറ്റുമോ? ഒരു ജയസാധ്യത ഇല്ലാത്തൊരു മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ പ്രവർത്തകർക്കെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവേണ്ട. അയ്യോ, വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലമായിരിക്കും. വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലമായിട്ടാണല്ലോ 2 മണിക്കൂറുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പോയിരുന്നിട്ട് അഖിൽമാരുടെ തട്ട് താണു തന്നെയായിരിക്കും, ജയിക്കാനല്ലാതെ ഞാൻ മത്സരിക്കൂല എന്നും പറഞ്ഞ് വലിയ കാര്യത്തിരുന്ന് തള്ളിയല്ലോ. വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലമൊന്നും ആരും പറഞ്ഞില്ലല്ലോ അന്ന് ഞാൻ ജയിക്കൂ, അഖിൽമാരാറെ ജയിക്കൂ. പോരാത്തതിന് മറ്റേ മൊട്ട അരുണിനെയൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്തല്ലോ. ബാലറ്റ് പെട്ടി പൊട്ടിക്കുമ്പോൾ അഖിൽമാരാർ 1ാം സ്ഥാനത്താണെന്ന് അരുൺ പറയണം എന്നൊക്കെ പറഞ്ഞ് ജ്യേഷ്ഠനെ കണക്കിരിക്കുന്ന സുരേഷ് ഗോപിയൊക്കെ തൊട്ടടുത്തിരുന്ന് പറഞ്ഞായിരുന്നു. ആ ഡയലോഗൊക്കെ അഖിൽമാരെ പെട്ടെന്ന് മറന്നോ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് 10 വർഷമൊന്നും ആയില്ല, കുറച്ചാളായത് മറന്നുപോയാ. പ്രത്യേകിച്ച് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇവരെ കൊണ്ട് ചക്കയ്ക്ക് കുത്തണം. അപ്പം പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. അയ്യോ, അത് നിങ്ങൾക്ക് എളുപ്പമല്ലേ? വല്ല ചേച്ചി അവരുടെ കണക്ക് ചക്കയാണ് താമരയാണ് ചക്ക, അങ്ങനെ പറഞ്ഞാൽ പോരുന്നതാ. മാറ്റിക്കുത്തിയ വലിയ പാടൊന്നും ഇല്ലായിരുന്നല്ലോ. അല്ല, സ്ഥിരമായിട്ട് താമരയ്ക്ക് കുത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അവിടെ കിട്ടിയ എത്ര 8000 വോട്ടാ? 8000 വാട്ട്. സംഭവം വേറെ ഒന്നുമില്ല. ഇലക്ഷന് ശേഷം കാര്യമായിട്ട് തലവെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നുള്ള ഇൻകം റവന്യൂ ഒക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അടുത്ത് എന്തെങ്കിലും ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കണം. ഫീൽഡ് ഔട്ടായി പോകാതെ നിൽക്കണമല്ലോ, കാരണം EMI കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഫീൽഡ് ഔട്ട് ആവാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഖിൽമാരാർ ഇങ്ങനെ ഇല്ല പുഴു നവിക്കണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നവിച്ച് എന്തെങ്കിലും വന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലേ ഒരു 10 ഇൻ്റർവ്യൂവും കിട്ടും. അതിൻ്റെ പേരിൽ എന്തെങ്കിലും സംസാരിക്കാനും പറ്റും. അതിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ ഒരു ഡോളർ വരാൻ പറ്റും. അത് അതിനായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങളാരും കാര്യമായിട്ട് എടുക്കണ്ട. വിശാടി അന്നേ പറഞ്ഞായിരുന്നു, ഇന്ന് പറഞ്ഞല്ല നാളെ പറയണമല്ല മറ്റന്നാൾ പറയണത്, പല ഗുണമെന്ന് കാണിക്കണമെന്ന് വിശാടി അന്നേ പറഞ്ഞത്. അതാണ് അങ്ങനെ മിണ്ടാത്തത്. ഫീൽഡ് ഔട്ട് ആകുമ്പോൾ അഖിൽമാരാർ അങ്ങനെ വരും, എന്തെങ്കിലും പൊക്കി പിടിച്ചോണ്ട്. വിജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിലെ മാരാട്ടം താഴ്ന്നിരിക്കും.